Praise the Lord. Praise the Lord. ദൈവവചനവുമായിട്ട് ഈ ചർച്ചിലായിരിക്കാൻ കർത്താവ് നൽകിയ ഈ അവസരത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. And I thank God for this opportunity to come to this church to stand in front of you all with the word of God. പ്രിയ പാസ്റ്റർ കുടുംബം, ദൈവമക്കൾ, പ്രത്യേകിച്ച് ഞാൻ വളരെ സ്നേഹിക്കുന്ന പാസ്റ്റർ ജോൺ ബ്രീസ് കുടുംബം, എല്ലാവരെയും ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. Beloved pastor and family, church members, and my beloved pastor, thank God for all of you here today. വർക്കിംഗ് ഡേയ്സ് ആണെന്ന് എനിക്കറിയെങ്കിൽ ഇത്രയും പേർക്ക് വരാൻ കർത്താവ് കൃപ ചെയ്തല്ലോ. താങ്ക് യു. I'm well aware that these are working days, so I thank you for joining us today. നമ്മുടെ ടൈം ഒട്ടും കളയാതെ തന്നെ നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്ന ടോപ്പിക്ക് നിങ്ങൾക്ക് അറിയാമായിരിക്കും, മാസ്റ്റേഴ്സ് പ്ലാൻ ഫോർ ദ ചർച്ച്. Without wasting much time, I'm sure you know the topic for today, the plan for the Master's Church. The master's plan. The Master's plan for the church. It's okay. Thank you. ഒരു 3 രാത്രി കൊണ്ട് പഠിപ്പിച്ചാൽ തീരാവുന്നൊരു സബ്ജക്റ്റ് അല്ല. എങ്കിലും ഞാൻ അല്പം ചില വാക്യങ്ങളിലൂടെ നിങ്ങളെ ഒന്ന് കൊണ്ടുപോകാനായിട്ട് കർത്താവിൽ ശരണപ്പെടുകയാണ്. വളരെ ശ്രദ്ധയും പ്രാർത്ഥനയും ഈ ദൈവവചന ധ്യാനത്തിന് മുമ്പാകെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. While I cannot share everything within just 3 nights, I just want to share with you a few topics, so please bear with me as we go through the word. ഇന്ന് രാത്രിയിലെ ധ്യാനത്തിനായിട്ട് ഞാൻ റോമാലേഖനത്തിലേക്കാണ് നിങ്ങളെ കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിക്കുന്നത്. റോമൻസ് ചാപ്റ്റർ 11 വേഴ്സസ് 33 through chapter 12 verse 2. റോമാലേഖനം 11-ാം അധ്യായം അതിൻ്റെ 33 മുതൽ 12-ാം അധ്യായം 2-ാം വാക്യം വരെ. ഞാൻ ആ വാക്യങ്ങളൊന്ന് വായിച്ച് കേൾപ്പിക്കാം. റോമൻസ് ചാപ്റ്റർ 11 വേഴ്സസ് 33 onwards. ഹാ ദൈവത്തിൻ്റെ ധനം, ജ്ഞാനം, അറിവ് എന്നിവയുടെ ആഴമേ, അവൻ്റെ ന്യായവിധികൾ എത്ര അപ്രമേയവും അവൻ്റെ വഴികൾ എത്ര അഗോചരവുമാകുന്നു. കർത്താവിൻ്റെ മനസ്സറിഞ്ഞവനാര്? അവന് മന്ത്രിയായിരുന്നവനാര്? അവന് വല്ലതും മുമ്പേ കൊടുത്തിട്ട് പ്രതിഫലം വാങ്ങുന്നവനാര്? സകലവും അവനിൽ നിന്നും അവനാലും അവനിലേക്കും ആകുന്നുവല്ലോ. അവന് എന്നേക്കും മഹത്വം. ആമേൻ. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിക്കുവിൻ. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. Who has become his counselor, or who has first given to him that it would be paid back to him, for from him and through him and to him are all things, to him be the glory forever. Amen. Therefore, I urge you, brothers and sisters, by the mercies of God, to present your bodies as a living and holy sacrifice, acceptable to God, which is your spiritual service of worship. And do not be conformed to this world, but be transformed by the renewing of your mind, so that you may prove what the will of God is, that which is good and acceptable and perfect. For through the grace given to me, I say to everyone among you not to think of himself more highly of himself than he ought to think, but to think so as to have sound judgment, as God has allotted to each a measure of faith. Thank you. പരിശുദ്ധാത്മാവിനാൽ അപ്പോസ്തലൻ ഈ എപ്പിസൽ എഴുതി അതിൻ്റെ 11-ാം അധ്യായത്തിൻ്റെ ഒടുവിലത്തെ ഭാഗമായപ്പോഴത്തേക്ക് ഇതുവരെ പരിശുദ്ധാത്മാവ് എഴുതിക്കൊടുത്ത കാര്യങ്ങളെ താൻ കൺക്ലൂഡ് ചെയ്യുന്ന ഭാഗമാണ്. ഹാ ദൈവത്തിൻ്റെ ധനം, ജ്ഞാനം, അറിവ് എന്നിവയുടെ ആഴമേ. അങ്ങനെ പറഞ്ഞാണ് അത് കണ്ടിന്യൂ ചെയ്യുന്നത്. And the apostle Paul receives this word from God, and at the end of chapter 11 he is reaching a conclusion saying, oh, the depths of the riches, how unsearchable are his judgments and unfathomable his ways. റോമലേഖനത്തിനകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ദ ഗ്ലോറി ഓഫ് ദ ഗോസ്പൽ എന്നുള്ളതാണ്. And the most important topic that is found in the book of Romans is the glory of God. Glory of gospel. The glory of the gospel. 1-ാം അധ്യായത്തിന്റെ 1 മുതൽ
11-ാം അധ്യായത്തിൻ്റെ 32 വരെ ഈ രക്ഷയുമായിട്ട് ബന്ധപ്പെട്ട ഈ മറ്റൊരെപ്പിസല്ലും ഇല്ലാത്ത നിലയിൽ ആ വിഷയത്തെ പരിശുദ്ധാത്മാവിനാൽ അപ്പോസ്തലൻ എക്സ്പ്ലെയിൻ ചെയ്ത് ഏതൊരാൾക്കും മനസ്സിലാകുന്ന പോലെ എഴുതി താഴോട്ട് വരികയാണ്. That from the beginning of Romans 1:1 to chapter 11 verse 30 to 36, he's talking about salvation and explaining in detail those things. 1-ാം അധ്യായത്തിനകത്തെ പ്രധാന സബ്ജക്റ്റ് എന്നുള്ളത് കണ്ടംനേഷൻ ആണ്. ദൈവത്തെ വിട്ടുപോയ സകലർക്കും ശിക്ഷാവിധി ഉണ്ട് എന്ന് പറഞ്ഞ് ഒരു കണ്ടംനേഷനിലാണ് ഈ എപ്പിസോഡ് എഴുതി ആരംഭിക്കുന്നത്. In Romans chapter 1 he begins by speaking about the condemnation that is found for those who are not in him. അങ്ങനെ അവിടുന്ന് യാത്ര ചെയ്ത ഈ ലേഖനത്തിലൂടെ നമ്മൾ വന്നാൽ 11:33 ഒരു മൗണ്ടൈൻ പീക്കിൽ എഴുത്തുകാരൻ ഇറങ്ങി നിന്നിട്ട് താഴോട്ട് നോക്കി താൻ വന്ന വഴികളെ തൻ്റെ മനസ്സിലൂടെ ഓർപ്പിച്ചിട്ട് ഇതെല്ലാം ഓർത്ത് പറയുക, ദൈവത്തിൻ്റെ ധനം. Speaking from the beginning of chapter 1 verse 1 ending all the way at the end of verse 32, the apostle is standing at the top of the mountain looking at what he has written and speaking about the riches of the God. കേബിൾ കാറിൽ ആരെങ്കിലും യാത്ര ചെയ്ത് ഈ മൗണ്ടൻ ടോപ്പിലൊക്കെ പോയിട്ടുള്ളവർക്കറിയാം, നമ്മളിങ്ങനെ അതേ യാത്ര ചെയ്ത് വരുമ്പോൾ ആ വാലിയിൽ നിന്ന് കയറിയത് ഇങ്ങനെ കണ്ട് ഏറ്റവും ആ പീക്കിൽ ചെന്ന് നമ്മൾ താഴോട്ട് നോക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് എത്ര മനോഹരമായിരുന്നു ആ യാത്ര എന്ന് പറഞ്ഞ പോലെയാണ് ഈ എപ്പിസലിൻ്റെ എഴുത്ത്. ഒരു അടിവാരത്തിൽ നിന്ന്, ഒരു വാലിയിൽ നിന്ന്, ഒരു താഴ്വാരത്തിൽ നിന്ന് അത് എഴുതി ആ രക്ഷയുടെ ഏറ്റവും പീക്കിലേക്ക് വന്നിട്ട് ആ എഴുത്തുകാരന് വേറെ ഒന്നും പറയാനായിട്ടില്ല. അദ്ദേഹം അതിനെ കൺകുടിയുകയാണ്. ഹാ, ദൈവത്തിൻ്റെ ധനം, ജ്ഞാനം എന്നിവയുടെ ആഴമേ എത്ര മനോഹരമായിട്ടാണ് എഴുതിയിരിക്കുന്നത്. Like traveling on a cable car going up the mountain from the valley, the apostle he has written from the beginning of verse 1 talking about the condemnation, reaching the final point saying, oh the depths of the riches and the wisdom of God. അങ്ങനെങ്കിൽ നമുക്ക് ആ കേബിൾ കാറിൽ ഒന്ന് നോക്കാം, എന്നിട്ട് നമുക്ക് ഈ 11:33 വരെ വളരെ പെട്ടെന്ന് യാത്ര ചെയ്യാം. ഒന്ന് നോക്കിയേ, ചാപ്റ്റർ 1 കണ്ടംനേഷൻ പറഞ്ഞാണ് തുടങ്ങുന്നത്. Chapter 1 as we look from this cable car talks about the condemnation. അതിന്റെ 3-ാം അധ്യായത്തിലേക്ക് വന്നു കഴിയുമ്പോൾ ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും ദൈവത്തിന്റെ ഗ്ലോറി നഷ്ടമാക്കി എന്ന് പറഞ്ഞ് റോമാലേഖനം 3-ാം അധ്യായം സകല മനുഷ്യനെയും പാപത്തിന്റെ കീഴിലേക്ക് വെക്കുകയാണ്. That in chapter 3 nothing has changed, all of mankind is still found in the condemnation of sin. എന്നാൽ ആ വാലിയിൽ നിന്ന് അടുത്ത സ്റ്റെപ്പ് കയറി ചാപ്റ്റർ 4 then chapter 5ലേക്ക് വരുമ്പോൾ ജസ്റ്റിഫിക്കേഷൻ ബൈ ഫെയ്ത്ത്, വിശ്വാസത്താലുള്ള നീതീകരണം, ആ രക്ഷയുടെ ആദ്യത്തെ സ്റ്റെപ്പിലേക്ക് വരികയാണ്. That now in chapter 5 he comes to the first step of salvation talking about justification by faith. 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ കൊണ്ട് തീരുന്നില്ല, അവിടെ സാന്റിഫിക്കേഷൻ, വിശുദ്ധീകരണം എന്ന വിഷയം എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. എൻ്റെ ഒപ്പം നിങ്ങൾ പറയണം, നമ്മൾ ആ വാലിയിൽ നിന്ന് യാത്ര ചെയ്യുകയാണ്, ആ കണ്ടംനേഷനിൽ നിന്ന് രക്ഷിക്കപ്പെട്ടവരാണ് നാം, ആ ജസ്റ്റിഫൈഡ് ആയവരാണ് നാം. അടുത്ത നമ്മുടെ ആ പ്രോസസ്സിംഗ് എന്നുള്ളത് നാം സാന്റിഫിക്കേഷനിലാണ്. That I need everyone to come along with me, that from this condemnation in this justification, now in chapter 6 he has talked about sanctification, the process we continue to go through. 6-7 അധ്യായത്തിനകത്ത് നമ്മുടെ വിശുദ്ധീകരണമാണ് വിഷയം. എങ്ങനെ ജസ്റ്റിഫൈഡ് ആയവർ വിശുദ്ധിയിൽ ജീവിക്കണമെന്ന് എഴുതിയിരിക്കുകയാണ്. Chapter 6 and chapter 7 is how is it that the justified should live, that we should be sanctified. നാം പാപത്തിന് മരിച്ചു, നീതിക്ക് ജീവിക്കേണ്ടതിന് നിങ്ങളുടെ അവയവങ്ങളെ ഇനി പാപത്തിന്റെ അടിമകളാക്കരുത്, നീതിയുടെ ആയുധങ്ങളാക്കണേ എന്ന് പറഞ്ഞ് ആ സാന്റിഫിക്കേഷൻ പ്രോസസ്സിലൂടെ ആ യാത്ര മുകളിലോട്ട് വരികയാണ്. Journeying up in this cable car, he is continuing talking about not using your body as instruments for sin, but rather because we are dead to sin, we now should live like that. അങ്ങനെ 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ആ സാന്റിഫിക്കേഷന്റെ പ്രോസസ്സ് മാറുന്നു. എന്നിട്ട് ഗ്ലോറിഫിക്കേഷന്റെ കാര്യം പറയുകയാണ്. ഓൾ വേൾഡ് ഈസ് ഗ്രോണിംഗ് ഫോർ ദ കമ്മിങ് ഓഫ് ക്രൈസ്റ്റ് എന്ന് പറഞ്ഞ് ആ ഗ്ലോറിഫിക്കേഷന്റെ കാര്യം എഴുത്തുകാരൻ ആത്മാവിൽ എഴുതുകയാണ്. Now in chapter 8 he is talking about the glorification, that all of creation is groaning to receive this glory of God. അങ്ങനെ ആ തേജസ്സിന്റെ അവിടം കൊണ്ടും കാര്യം തീരുന്നില്ല. എന്നിട്ട് 9,
9 and 10 and 11 അകത്ത് ദൈവത്തിൻ്റെ സോവർനെറ്റിയും ദൈവത്തിൻ്റെ ഇൻറ്റഗ്രിറ്റിയും ദൈവത്തിൻ്റെ ജനറോസിറ്റിയും ഒക്കെ പറഞ്ഞ് ദ ഡോക്ട്രിൻ ഓഫ് ഇലക്ഷൻ, ദ ഡോക്ട്രിൻ ഓഫ് അഡോപ്ഷൻ ഒക്കെ പറഞ്ഞ് സാധാരണ നമുക്ക് വായിച്ചാൽ പോലും മനസ്സിലാകത്തില്ലാത്ത അത്ര ഡെപ്തായ നമ്മുടെ സാൽവേഷന്റെ കാര്യം 9, 10, 11 എക്സ്പ്ലെയിൻ Then in ചെയ്യുകയാണ്. chapters 9, 10, and 11, he's talking about the sanctification. He's talking about the sovereignty of God, the generosity of God, speaking about these doctrines that we sometimes cannot understand. അങ്ങനെ 9, 10 പ്രധാനമായിട്ടും പറയുന്നത് the doctrine of election, the doctrine of adoption, the doctrine of predestination, the doctrine of foreknowledge. That in chapters 9 and 10 is talking about the doctrine of predestination, the doctrine of election, and the doctrine of foreknowledge. എനിക്കറിയാം ഇങ്ങനൊന്നും പറഞ്ഞാൽ ഇത് മനസ്സിലാകുകയെന്ന് എനിക്കറിയാം. And I know if I say like this, you may not understand. ഇത് നിങ്ങൾ തന്നെ പറ, എത്ര മണിക്കൂർ ഞാൻ ഇതെല്ലാം പറഞ്ഞ തീരും? That you tell me how many hours it will take to understand this. അങ്ങനെ ഇതെല്ലാം എഴുതി വെച്ച് ഒരു ദിവസം പറഞ്ഞ എന്നാണെന്നറിയാമോ? You know what a servant of God once said? ഈ എഴുതാത്ത കാര്യങ്ങളെപ്പറ്റി, റിട്ടേൺ അല്ലാത്ത കാര്യങ്ങളെപ്പറ്റി എനിക്കൊരു പ്രോബ്ലം ഇല്ല. എഴുതിയതും മനസ്സിലാകുന്നില്ലല്ലോ എന്നോർത്താണ് എൻ്റെ That പ്രോബ്ലം. my problem isn't what's not written. My problem is you don't understand what you have written. അങ്ങനെ ഇപ്പം ഞാൻ ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ അപ്പോസ്തലൻ എഴുതി വരികയാണ് 11 അധ്യായത്തിനകത്ത്. That the apostle has written all these things up into chapter 11. അങ്ങനെ ആ മൗണ്ടൻ ടോപ്പിലെത്തി. That we have now reached the mountaintop. ആ കേബിൾ കാറിൽ നിന്ന് അദ്ദേഹം താഴോട്ടങ്ങ് ഇറങ്ങി. And the man of God is coming down from the cable cart. ഇനി ഇവിടെ ഇരിക്കുന്ന രക്ഷിക്കപ്പെട്ട എല്ലാവരും ആ കേബിൾ കാറിൽ താഴോട്ടൊന്ന് ഇറങ്ങി. Now all of us who are saved should come out of the cable cart. എന്നിട്ട് ഫ്രം വാലിയിൽ നിന്ന് നമ്മുടെ യാത്രയൊന്ന് ചിന്തിച്ചേ. And now let us examine the journey from the valley. From condemnation to justification. From condemnation to From justification. justification to sanctification. From sanctification to glorification. അതിൻ്റെ ഇറ്റേണിറ്റി പറയുക. Doctrine of election, doctrine of adoption, adopting into the family of God. ഇതെല്ലാം പറഞ്ഞ് ആ കേബിൾ കാറിൽ നിന്ന് താഴോട്ടിറങ്ങി ഇതെല്ലാം ചിന്തിച്ചിട്ട് ആ ഭക്തൻ പറയുന്ന വാക്കാണ് നമുക്കും പറയാം. ഹാ, ദൈവത്തിൻ്റെ ധനം, ജ്ഞാനം, അറിവ് എന്നിവയുടെ ആഴമേ. That he looks at all of this story in this and he finds, oh, the depths of the riches, both of wisdom and the knowledge of God. അങ്ങനല്ലാതെ നമുക്ക് എന്ത് പറയാനായിട്ട് പറ്റും? Now what else could you possibly say at the end of that? ഞാൻ ഇന്ന് എൻ്റെ ഈ പഠനത്തിൽ തിയോളജി എന്നൊരു വാക്ക് ഉപയോഗിക്കും എപ്പോഴും. That in my study I use this word theology. ആ ഒരു പദം കേൾക്കുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലോ. And there's no problem when I use that word, is there? അത് ഞാൻ ഈ ബൈബിൾ, വേർഡ് ഓഫ് ഗോഡ് എന്നതിന് പകരം എളുപ്പത്തിൽ ഉപയോഗിക്കുന്ന ഒരു പദമായിട്ട് മാത്രം കണക്കൂട്ടി. That I just simply use it just as the Bible, just to quickly reference it. ഈ എഴുത്തുകാരൻ ചെയ്തെന്നാണെന്നറിയാമോ? Do you know what the author does here? ആ മൗണ്ടൻ ടോപ്പിൽ ചെന്നിട്ട് നിങ്ങൾ ചില ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ നോക്കിയാൽ മതി. വേഴ്സസ് 33 through 36. അതിൻ്റെ റൈറ്റിംഗ് ഫോർമാറ്റ് എന്നുള്ളത് പോയറ്റിക് ഫോർമാറ്റിലാണ് എഴുതിയേക്കുന്നത്. That when you study the end verses of this chapter 11, he writes it in a very poetic manner. അതിൻ്റെ അർത്ഥം, The meaning of that, തൻ്റെ തിയോളജി സോങ് ആയിട്ടങ്ങ് മാറി. that his theology has become a song. 1-ാം നൂറ്റാണ്ടിലെ സഭ അവരുടെ യോഗങ്ങളിൽ പാടുന്ന കോറസ് ആയിരുന്നു, ഹാ, ദൈവത്തിൻ്റെ ധനം. ഞാൻ ഇടയ്ക്ക് ആലോചിക്കാറുണ്ട്, നമ്മുടെ ഇന്നത്തെ കോറസ് ഈ കോറസ് നമ്മൾ വ്യത്യാസം പിടികിട്ടിയോ? That when you look at the chorus that they used to sing in the First Testament church versus us, there's a small difference. അവരിതായിരുന്നു പാടിക്കൊണ്ടിരുന്നത്. That this is what they were singing. അവരുടെ സോങ് ക്രൈസ്റ്റ് സെന്റേഡ് ആയിരുന്നു. Their song was Christ-centered അവരുടെ music. പാട്ടുകൾ സാൽവേഷൻ ഓറിയന്റഡ് That the ആയിരുന്നു. song was salvation oriented. അവർക്ക് മനസ്സിലാകത്തില്ലാത്ത കാര്യങ്ങളൊക്കെ അവർ പാട്ടുപാടി ദൈവത്തിന് മഹത്വം That കൊടുക്കുവായിരുന്നു. they're singing and glorifying God, singing about things they don't understand. ഈ വാക്യത്തിന് അർത്ഥം എന്നാണെന്നറിയാമോ? You know the meaning of this verse? ഒരുവൻ കണ്ടംനേഷനിൽ നിന്ന് ഗ്ലോറിഫിക്കേഷനിലേക്ക് ചെല്ലുന്ന ആ ക്രൈസ്തവന്റെ യാത്ര കണ്ടുകൊണ്ട് 3 വാക്യത്തിൽ സമ്മറൈസ് ചെയ്തേക്കുകയാണ് നമ്മുടെ രക്ഷയെ. That looking from condemnation to glorification, summarizing all of that, he says it in these 3 verses, the summary. എനിക്കിതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം, എൻ്റെ കൂടെ വരണം. I'm going to explain, but I need you to come with me. പ്രൈസലോടൊക്കെ പറയണമെങ്കിലും മനസ്സിലൊക്കെ ഒന്ന് പറഞ്ഞേക്കണം.
That if you don't say, praise the Lord, just say it in your mind. എന്നെ സ്ഥിരമായിട്ട് കേൾക്കുന്ന ആൾക്കാരിനകത്ത് ഇരിപ്പുണ്ട്, അവരോട് ചോദിച്ചാൽ mതി യോഗം കഴിയുമ്പോൾ എങ്ങനെ ഉണ്ടെന്ന്. That after those that listen to me constantly, you can just ask them how it was today. ഇപ്പം കേബിൾ കാർ എന്നെല്ലാവരും ഇറങ്ങിയല്ലോ. That everyone has come off the cable car, right? ഈ നമ്മുടെ സാൽവേഷനെ പറ്റി ചിന്തിച്ചിട്ട് ഇങ്ങനെ വല്ലതും നമുക്ക് തോന്നിയിട്ടുണ്ടോ, ദൈവത്തിൻ്റെ ധനം ജ്ഞാനം അറിവെന്നുമല്ലോ? That have we ever come off the cable car and thought about the riches of the wisdom and knowledge of God? കാരണം എന്നാണെന്നറിയാം, നമുക്ക് അതിനെപ്പറ്റി നമ്മുടെ സീരിയസ് ഇഷ്യൂ അതൊന്നും അല്ല. Why? Because this is not a serious issue for us. ഞാൻ സിയാറ്റിലാണെങ്കിൽ ആൾക്കാരോട് പറയാറുണ്ട്, And though I'm in Seattle, I say something. ഇതിൻ്റെ അപ്പുറത്തോട്ടൊരു പ്രോമിസ് ഇല്ല, പസഫിക് സമുദ്രം മാത്രമേ ഉള്ളൂ, പിന്നെ കറങ്ങിയ സിംഗപ്പൂരിയല്ല. അതുകൊണ്ട് ദിസ് ഈസ് ദ ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ ഓൺ ദിസ് എർത്ത്. That there's no police to be found on the other side. There's the Pacific and then Singapore. So this is the last destination. എന്ന് പറഞ്ഞാൽ ഒരു മെറ്റീരിയലിസം ഉണ്ടാകുകയില്ല. ഈ തിരുവഴുത്തിൻ്റെ പ്രത്യേകത, ഇറ്റ് ഈസ് ഇൻസ്പയർഡ്, ഇൻഫാലബിൾ ആൻഡ് ഇന്നറന്റ്. ഈ തിരുവഴുത്തിന് അങ്ങനെ ഒരു തെറ്റുമില്ല. There's nothing wrong with ദൈവത്തിന്റെ ബ്രീത്ത് ഔട്ട് ചെയ്ത സ്ക്രിപ്ചറാണ്. What is the God breathed scripture? അങ്ങനെ ഹോളി സ്പിരിറ്റ് പരിശുദ്ധാത്മാവിനാൽ അപ്പോസ്തലൻ എഴുതുകയാണ്, നമ്മുടെ രക്ഷയുടെ ധനം, അതിൻ്റെ ജ്ഞാനം, അതിൻ്റെ അറിവ് incomprehensible ആണ്. That in the influence and inspiration of the Holy Spirit, he is writing about the depths of the riches of God. നമുക്ക് ആ വാക്യത്തെ ഒന്ന് അത് 33, 34, 35 പെട്ടെന്ന് ഞാനൊന്ന് പറയാം, 36 ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. That I'm going to quickly break down these verses here. വാസ്തവത്തിൽ ഞാൻ ആരംഭത്തിൽ പറഞ്ഞ പോലെ തിയോളജി ബിക്കംസ് സോങ് ഹിയർ. That we see, like I said in the beginning, theology becomes song. അങ്ങനെ തന്നെയല്ലേ ഇനി പാട്ടൊക്കെ എഴുതുന്നവരെ ഇതൊക്കെ വെച്ചൊരു പാട്ട് എഴുതണം That the കേട്ടോ. songwriter should write a song based off of this. ദൈവത്തിന്റെ ധനം. Oh, how the riches. ഈ നമുക്ക് നോക്കാം, പ്രയോഗമുണ്ടോ? ഓ, That he uses the word "oh" there. ദൈവത്തിന്റെ ധനം. The riches of God. അവിടെ നിന്നുകൊണ്ട് എൻ്റെ രക്ഷയും എൻ്റെ സാന്റിഫിക്കേഷനും വരാനുള്ള എൻ്റെ എറ്റേണിറ്റി ഫ്യൂച്ചറും ആലോചിച്ചുകൊണ്ട് ഒരു ഭക്തന് പറയാൻ ഒറ്റ കാര്യമേ ഉള്ളൂ, ഓ, ഇത് ഡെപ്ത് ഓഫ് ഹിസ് റിച്ചസ്. That looking at the salvation and the glorification that is waiting upon us, all he can say is, "Oh, the depths of the riches." ആ ഡെപ്ത്, ആഴം എന്ന വാക്കിന്റെ അർത്ഥം എന്നാണെന്നറിയാമോ? You know what the meaning of the word depth is? Deep, inexhaustible, unfathomable, inconceivable profundity എന്നൊക്കെയാണ് ആ വാക്കിന്റെ അർത്ഥം. ഇത് 2 പ്രാവശ്യം പറഞ്ഞാൽ ഇവർക്ക് മനസ്സിലാവുള്ളൂ. എല്ലാവരെയും അല്ല, എനിക്കറിയാം ഇത് യൂസ്ഡ് വേർഡ് അല്ല എന്നെനിക്കറിയാം. I know that this is not a word that is normal or used to us. നമ്മുടെ സാൽവേഷനെ നമുക്കിപ്പോൾ അത്ര വലിയ രക്ഷിക്കപ്പെട്ടവരെല്ലാം കൂടെ സ്തോത്രം പറയാമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഹല്ലേലൂയയ്ക്ക് എത്ര സൗണ്ട് ഉണ്ടായിരിക്കും. That if we talk about those, if you praise God who have received salvation, you may not have a large hallelujah. നമുക്കതൊന്നും വലിയ പ്രാധാന്യതയല്ലാതായി മാറിയേക്കാണ്. These days it has not become a serious thing for us. I am very serious. ഞാൻ വളരെ സീരിയസ് ആയിട്ടാണ് പറയുന്നത്. That I'm saying about this very seriously. നമ്മളെ കർത്താവിൻ്റെ നീതി ധരിപ്പിച്ചു, പുത്രൻ്റെ ആ അല്ലെങ്കിൽ ദ റൈച്ചസ്നെസ് ഓഫ് ക്രൈസ്റ്റ് ഇംപ്യൂട്ടഡ് ഓൺ മീ എന്നൊക്കെ പറഞ്ഞ് നമുക്കൊരു സന്തോഷം തോന്നുകയില്ല. Speaking about the righteousness that has been imputed to us, we don't have much to say about it. എന്നാൽ മറ്റെന്തെങ്കിലും കാര്യം പറയുന്നെങ്കിലോ? But if we talk about something else, മറ്റ് പല കാര്യത്തിലും സൈലന്റ് ആണ്. തിരുവെഴുത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്താണെന്നറിയാമോ? പുത്രൻ്റെ നീതി എൻ്റെ മേ കണക്കിട്ടു. ദൈവ കോടതിയിൽ ഞാൻ നിൽക്കുമ്പോൾ പുത്രനെ കാണുന്ന പോലെ പിതാവ് എന്നെ കാണുകയാണ്. എൻ്റെ ഭാവി അവൻ്റെ കയ്യിൽ സുരക്ഷിതമാണ്. This is the substance of the Holy Bible. That while the Word of God doesn't say much about the other topics, about how the Father sees us just as He sees the Son, this is the substance of the Bible. ഇവിടെ ഈ 90 ആ പദം നോക്കിയേ, ദൈവത്തിൻ്റെ ധനം. പെട്ടെന്ന് പറയാം, ദൈവത്തിൻ്റെ ധനം എന്ന് പറഞ്ഞാൽ അതിൻ്റെ സിമ്പിൾ മീനിങ് നമ്മൾ തിരുവഴുത്തിൽ വായിക്കുന്ന ഒരു 3-4 വാക്യങ്ങളെ ഞാനൊന്ന് ഒരുമിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. When I speak about the riches of God in a few verses, I can help you describe what that is. നമ്മൾ തിരുവഴുത്തിൽ വായിക്കുന്നില്ലേ, the riches of His grace. That we read in the Bible the riches of His grace. മറ്റൊരു വായിക്കുന്നില്ല, the riches of His mercy. തൻ്റെ കൃപാധനം. That in other places we can see the riches of His mercy. തൻ്റെ കരുണാധന പ്രകാരം എന്ന് വായിക്കുന്നില്ലേ? That by the riches of His grace we see that.
riches of God. ദൈവത്തിന്റെ അപ്രമേയ ധനം വായിക്കുന്നില്ലേ? We read about the unfathomable riches of God. അതുപോലെ വായിക്കുന്നില്ലേ? സമ്പന്നനായിരുന്ന ദൈവം ദരിദ്രനായി തീർന്നു, വായിക്കുന്നില്ലയോ? That we read about a God who comes down in humility. അങ്ങനെങ്കിൽ കൃപാധനം, കരുണാസമ്പന്നനായ ദൈവം, സമ്പന്നനായിരുന്ന ദൈവം, ദൈവത്തിന്റെ അപ്രമേയധനം, ആ വാക്യങ്ങളൊക്കെ നിങ്ങൾ എടുത്തു നോക്കിയോ. അതെല്ലാം പറയുന്നത് കണ്ടംനേഷനിൽ നിന്ന് നമ്മെ ജസ്റ്റിഫൈ ചെയ്ത കാര്യം പറയാൻ വേണ്ടിയാണ് ആ വാക്യങ്ങൾ മുഴുവൻ പറയുന്നത്. അതിനെ സമ്മറൈസ് ചെയ്ത് അപ്പോസ്തലൻ എഴുതിയേക്കുക, ദൈവത്തിന്റെ ധനം. That the Bible, whenever it talks about the riches of God, it talks about taking us out of this condemnation. That's why the author says, oh, the depths of the riches of God. ഇനി ആ വാക്യത്തിലേക്ക് നോക്കിയേ. Now come back to that verse. The riches of God. Oh, the depths of the riches. അത് നമ്മുടെ രക്ഷയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. That's related to our salvation. ലോകത്തിൽ ഒരുവന്റെ മനസ്സിലും ഒരിക്കലും ചിന്തിക്കാത്ത കാര്യമാണ് ദൈവം തന്നെ മനുഷ്യനായി വരുന്നു, തന്നെ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ക്രൂശിൽ മരിക്കുന്നു, അവരെ രക്ഷിക്കുന്നു. ഇതെല്ലാമാണ് റോമലേഖനം 11-ാം അധ്യായത്തിൽ എഴുതി വെച്ചേക്കുന്നത്. പോൾ അതിനെ വിളിച്ചേക്കുക ദൈവത്തിന്റെ ധനം. That Romans 11 calls God's gift, God coming down as man, taking on our sin on the cross, dying for us. That is what he calls the gift of God. അടുത്ത വാക്കുണ്ടോ? Now what is the next word? ജ്ഞാനം, അറിവ് എന്നിവയുടെ ആഴമേ. Both of the wisdom and knowledge of God. ആഴം അറിയണമെങ്കിൽ കേബിൾ കാറിൽ നിന്ന് താഴോട്ടൊന്ന് നോക്കണം. That to understand the depths of his wisdom and knowledge, we need to get out of that cable car. അത്രയും നോക്കിയാലും നമുക്ക് അല്പമൊക്കെ മനസ്സിലാകത്തുള്ളൂ. Even if we get out, we can only see it to an extent. അങ്ങനെയെങ്കിൽ അടുത്ത വാക്കനാ ജ്ഞാനം. നമ്മൾ ചിലരെ പറ്റി പറയുകയാണ് നല്ല വിസ്ഡമാണ്. That we talk about some person, he has good wisdom. എന്ന് പറഞ്ഞാൽ കാര്യം ഓർഗനൈസ് ചെയ്യാൻ മാത്രമല്ല, അത് ആപ്ലിക്കബിൾ ആക്കാനും അറിയാം. Not only to organize something, but to apply that something. ഇവിടെ ദൈവത്തിന്റെ ധനം എന്ന് പോൾ പറഞ്ഞിട്ട് അടുത്തത് ജ്ഞാനം പറഞ്ഞേക്കുക. അവനെ പോലെ കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്ത് അത് അപ്ലൈ ചെയ്യാൻ പറ്റിയ വേറൊരാളുമില്ല. അപ്പോസ്തലൻ പറഞ്ഞേക്കുക, ദൈവത്തിന്റെ ധനം, അത് അപ്ലൈ ചെയ്ത ദൈവത്തിന്റെ ജ്ഞാനം. That when he talks about the depths of the riches of wisdom of God, he not only says that he knows about things, but he is able to apply that very well. That is what he's talking about, the depth of the riches of the wisdom of God. അടുത്ത വാക്കുണ്ടോ? Look at the next word. അറിവ്, knowledge. സിമ്പിൾ ആയിട്ട് പറഞ്ഞ നോളജ് ഈസ് ദ ഫാക്ട്. That knowledge is the fact. Wisdom is the application of the fact. Wisdom is the application of the fact. Got it? ഇങ്ങനെ തലേ നാട്ടിക്കേ. Nod your head with me. അതോ ഇതുപോലാണോ ദൈവത്തിന്റെ ധനം, ജ്ഞാനം, അറിവ്? That is this the wisdom and knowledge of God? Are you following me? 3 ദിവസം ഇതേ ഉള്ളൂ. That it's 3 days like this. Praise the Lord. ഒന്നുകൂടെ പറഞ്ഞാൽ, to say it again, സാൽവേഷന്റെ ഡെപ്ത് പറഞ്ഞിട്ട് പറയുക. That speaking of the salvation's depth. His riches. That he says, oh, the riches. ആ റിച്ചസ് എങ്ങനെയാണ് അപ്ലൈ ചെയ്തത് എന്ന് പറയാൻ വേണ്ടി അടുത്ത പദം his wisdom. That to apply this riches, he talks about first, oh, the wisdom. ആ അപ്ലൈ ചെയ്ത വിസ്ഡത്തെ പറ്റി പറയാനാണ് പറഞ്ഞേക്കുന്നത്. his knowledge. Talking about the wisdom that is applied, he says, oh, the knowledge. അതിന്റെ ഡെപ്ത്. And the depth of that. അതാ ഞാൻ മുമ്പ് ചില പദങ്ങൾ പറഞ്ഞു. inexhaustible. And those are the things we said, inexhaustible. Unfathomable. Inconceivable profundity. അതിൽ കൂടുതൽ പറയാൻ പറ്റില്ല. There's not much else to say about it. Praise the Lord. Praise God. നമുക്ക് അത്രയും മനസ്സിലായുള്ളെങ്കിലും ഇത് പറഞ്ഞു വന്നിട്ടാണ് പോൾ അതിന്റെ ആ ഡെപ്ത് പറഞ്ഞു വന്നിട്ടാണ് ഈ ലേഖനത്തിന്റെ ഫസ്റ്റ് കൺക്ലൂഡിംഗ് പാർട്ട് വേഴ്സ് 36 തീർക്കുന്നത്. സകലതും അവനിൽ നിന്നും അവനാലും അവങ്കിലേക്കുമാകുന്നു, അവന് എന്നേക്കും മഹത്വം. ആമേൻ. That he says all is and concludes, for from him
and through him and to him are all things. To him be the glory forever. Amen. മനസ്സിലാക്കിയ നമുക്കും അപ്പോസ്തലനോട് ചേർന്ന് പറയാം ആമേൻ. That along with the apostle tonight we could also say amen. Praise the Lord. നോക്കിയേ, അടുത്ത ചില പദങ്ങളാണ് ഞാൻ അവിടെ പറയാനായിട്ട് വരുന്നത്. കിട്ടിയോ? ദൈവത്തിന്റെ ധനം, ജ്ഞാനം, അറിവ്. That we talked about, the depth, the riches, the wisdom, knowledge of God. അവന്റെ ന്യായവിധികൾ എത്ര അപ്രമേയം. And how unsearchable are his judgments. അവിടുത്തെ പദങ്ങളുണ്ട്. അൺസെർച്ചബിൾ, അൺഫാത്തമബിൾ, ഇൻഎക്സോസ്റ്റബിൾ, ഇൻകൺസീവബിൾ എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ബുദ്ധിക്ക് എത്ര. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ രക്ഷയെപ്പറ്റി ഒരുവൻ മരിക്കുന്നു, നമ്മളെ രക്ഷിക്കുന്നു, നമ്മൾ സ്വർഗത്തിൽ പോകുന്നു, നമ്മൾ കുറച്ചു നേരം ചിന്തിച്ചു കഴിഞ്ഞാൽ we will burn out, right? That when we think about one who died for me, one who saved my sins, and when we think about that, we'll quickly get burned out. അതോ എനിക്ക് മാത്രം അങ്ങനെയുള്ളോ? Or am I the only one like that? ഞാൻ കുറച്ചു നേരം അങ്ങനെ ബെയിൽ ഔട്ട് ആയി കഴിയുമ്പോൾ ചിന്ത നിർത്തി വെക്കും. That whenever I get burnt out like that, I'll leave my thoughts there. അതേ കാര്യം തന്നെയാ പറഞ്ഞേക്കുന്നേ. And that's what he says here. അവന്റെ ന്യായവിധികൾ, That his judgments, എത്ര അപ്രമേയം. how unsearchable. ആ ന്യായവിധികൾ എന്ന ആ പദത്തിന്റെ ആ വാക്കിന്റെ അർത്ഥം എന്നാണെന്നറിയാം. അവന്റെ ന്യായവിധികൾ എന്ന് പറഞ്ഞേക്കുന്നതിന്റെ അർത്ഥം, Do you know what the meaning of this word judgments is? God's decisions, God's decision, God's verdict, God's verdict, God's sentences. God's sentences. അത് അവന്റെ ന്യായവിധികൾ, അവന്റെ തീരുമാനങ്ങൾ, Those are his judgments. അവന്റെ നിയമനങ്ങൾ, Those are his decisions. അവന്റെ ഇടപാടുകൾ, Those are his dealings. എത്ര അപ്രമേയം. How unsearchable. Praise the Lord. ഈ അടുത്ത ഒന്നാമത്തെ അത് അങ്ങനെ പറയുന്നു, വഴികൾ എത്ര അഗോചരം. First, he talks about his judgment. Now, second, his ways, how unfathomable. ഇത് ആദ്യത്തെ വാക്യവും, അതായത് ഞാൻ പറഞ്ഞല്ലോ ജ്ഞാനവും അറിവും തമ്മിൽ ഞാൻ പറഞ്ഞല്ലോ. ജ്ഞാനം എന്ന് പറഞ്ഞാൽ ദ ഫാക്ട്, അറിവ് എന്ന് പറഞ്ഞാൽ ആപ്ലിക്കേഷൻ ഓഫ് ദ ഫാക്ട്. That we said knowledge is the fact and wisdom is the application of the fact. അതുപോലെ തന്നെയാണ് ഈ വാക്യത്തിന്റെ അർത്ഥം. And in the same way we can use that here. അവന്റെ വെർഡിക്റ്റ് എത്ര അപ്രമേയം. That his verdict, his judgment, how unsearchable. അടുത്ത വാക്കുണ്ടോ? And the next word. അവന്റെ വഴികൾ എന്ന് പറഞ്ഞാൽ അവന്റെ തീരുമാനങ്ങൾ നടപ്പാക്കുന്നത് എത്ര അഗോചരം. And when he talks about the ways his judgment are applied, it is unfathomable. എന്ന് പറഞ്ഞാൽ 33-ാം വാക്യത്തിനകത്ത് ഒരെണ്ണം തിയറിയാണ്, മറ്റത് പ്രാക്ടിക്കലുമാണ്. In the 33 verses, one is theory and one would be practical. ഒന്ന് ഫാക്റ്റ് ആണ്, രണ്ടത് അപ്ലൈ ചെയ്യുന്ന കാര്യമാണ്. One is fact, the second is how it's applied. അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം രക്ഷയെപ്പറ്റിയുള്ള അവന്റെ വെർഡിക്റ്റ്. And when you talk about the verdict of his salvation, രണ്ടാമത് അത് നടപ്പിലാക്കിയ വഴി. and second is the way it is applied. ഇതിനെയാണ് പോൾ പറഞ്ഞേക്കുന്നത്, the riches of God. Paul looks at this and says, oh, the riches of God. അവന്റെ വഴികൾ എന്ന് പറഞ്ഞാൽ തമ്പുരാൻ അത് എങ്ങനെയാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത്. And when you talk about its ways, it's how it is established. സങ്കീർത്തനം 77:19 അനുഗ്രഹിക്കപ്പെട്ടൊരു വാക്യമുണ്ട്. 77:19. Psalm 77 verse 19. നിന്റെ വഴികൾ സമുദ്രത്തിലും നിന്റെ പാതകൾ paths in the mighty waters, and your footprints were not known. ഈ സ്വിമ്മിങ് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളിപ്പോൾ ആദ്യം വെള്ളത്തിൽ ചടി കൂട്ടിക്കോ. That if you know swimming and let's say you jump in the water, നമ്മൾ പുറകെ സ്വിം ചെയ്യാൻ നിൽക്കുന്ന ആളോട് പറയുകയാണ്, and you're telling the person behind you is ready to jump, എൻ്റെ പുറകെ ട്രേസ് ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ, follow me, come behind me, അവന് വഴി കിട്ടുമോ? will he be able to do that? ഒന്ന് കുടിക്കേ. പക്ഷേ ആ വാക്യം കൊണ്ട് 77, but what does verse 77 say, verse 19 say? സമുദ്രത്തിലും എൻ്റെ ഫുട് പ്രിന്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ inexhaustible. That when it says that the footprints of God were in the waters, it is inexhaustible. രക്ഷയെപ്പറ്റി പറഞ്ഞേക്കുക. He's speaking about salvation here. എങ്ങനെയാണ് ട്രൈയൂൺ ഗോഡ് ഈ പ്രോജക്റ്റ് അവിടുന്ന് അപ്ലൈ ചെയ്തത് എന്ന് പറയാൻ വേണ്ടി പറഞ്ഞേക്കുക. അവന്റെ വെർഡിക്റ്റ് എത്ര ആഴമാണ്. അവന്റെ വഴികൾ സമുദ്രത്തിലും ഫുട് പ്രിന്റ് ഉണ്ട്.
ഉണ്ടെന്ന് ദൈവത്തിന് ആരും ഒന്നും പറഞ്ഞു കൊടുക്കണ്ടെന്ന്. That he's speaking about how the verdict plays out, and he says how unsearchable and fathomable these things are. ഞാൻ ഈ കഴിഞ്ഞ ഇത് പഠിക്കാനായിട്ട് നോക്കിയപ്പം ഒരാൾ എഴുതിയൊരു പാട്ടിന്റെ ലൈൻ വായിച്ച് കേൾപ്പിക്കാം. വെരി ഡിഫിക്കൽട്ട് ടു ട്രാൻസ്ലേറ്റ്. എങ്കിലും ഞാനിന്ന് വായിച്ച് കേൾപ്പിക്കാം കേട്ടോ. When I'm studying this, there's a song that I came across, and I like to read the lyrics as scripture. Thou art the unapproachable, whose height enables thee to stoop, whose holiness is undefiled, to handle hearts that droop. How thou can think so well of me and be the God thou art, is darkness to my intellect but sunshine to my heart. ഒരു ഓൾഡ് ഇംഗ്ലീഷ് ആണെന്ന് എനിക്കറിയാം. And I know it's in Old English. പാട്ടുകാരൻ പറഞ്ഞേക്കുന്നതിന്റെ സിമ്പിൾ അർത്ഥം എന്നാണെന്നറിയാമോ? And the simple meaning of what he's trying to say. ഈ മഹാദൈവത്തിന് That this mighty God, എന്റെ കാര്യത്തിൽ ഇത്രയും കരുണ തോന്നിയല്ലോ. that he thought of grace in my small thing. ഞാൻ അതിന്റെ ആഴം അന്വേഷിച്ച് ചെന്നപ്പം full of darkness. എനിക്കൊന്നും That when മനസ്സിലാകുന്നില്ല. I looked for the riches, it was just darkness I couldn't comprehend. അതെന്റെ ബ്രെയിന് പിടുത്തം That my കിട്ടുന്നില്ലെങ്കിലും brain wasn't understanding എന്റെ it. ഹൃദയത്തിനകത്തത് And yet സൺഷൈനാണ്. for my heart it was sunshine. ദൈവത്തിന്റെ ധനം, Oh, the riches of ജ്ഞാനം God, എന്നിവയുടെയാകമേ wisdom and knowledge. അവന്റെ വഴികൾ, അവന്റെ വെർഡിക്റ്റ് എത്ര അപ്രമേയം. His verdict and judgment, how unsearchable. അതുകൊണ്ട് രക്ഷിക്കപ്പെട്ട നമ്മൾ ഇത് ഓർത്തോർത്തോർത്ത് ദൈവത്തിന് സ്തോത്രം And ചെയ്യണം. those of us who are saved need to remember and praise God. 33 വാക്യം ഒരുവിധം കിട്ടിയോ? വേഴ്സ് 33. Verse 33. എനിക്ക് 12ന്റെ 2 വരെ പറയണം. ഇവിടുന്ന് നിങ്ങളെയായിട്ട് എനിക്ക് ഫസ്റ്റ് ജോണിലേക്ക് പോവുകയും വേണം. That I need to go to chapter 12 verse 2, and I need to lead you to 1 John. ഈ ദൈവത്തിന്റെ ധനമൊക്കെ അങ്ങോട്ട് പറഞ്ഞിട്ട് That's speaking about the riches of God. 34-35 പറഞ്ഞേക്കുന്ന വാക്യം നോക്കി. Verse 34 and verse 35. കർത്താവിന്റെ മനസ്സറിഞ്ഞവൻ ആര്? For who has known the mind of God? റെറ്റോറിക് ക്വസ്റ്റ്യൻ ആണ്. That it's a rhetorical question asked. The answer is absolutely no one. That the answer is absolutely nobody. അടുത്ത വാക്ക് നോക്കിയേ. And the next word. അവന് മന്ത്രിയായിരുന്നവൻ ആര്? And who became his counselor? Rhetorical question. That's a rhetorical The answer is question. absolutely no And one. the answer is nobody. മൂന്നാമത്തെ question. The third question. അവന് വല്ലതും മുമ്പേ കൊടുത്തിട്ട് Who has first given to him പ്രതിഫലം വാങ്ങുന്നവൻ ആര്? that it would be paid back to him? 2 പ്രാവശ്യം പറയണം. No one, no one, no one. That twice we should say nobody, nobody. Praise the Lord. Jesus. ഈ വാക്യങ്ങളെ And these verses ഓൾഡ് ടെസ്റ്റമെന്റിൽ നിന്ന് എടുത്ത 2 വാക്യങ്ങളാണ്. are verses that are pulled from the Old Testament. ഒന്ന് തിരിയാമോ വേദപുസ്തകം? Turn with me in your scripture. Isaiah 40 verse 13. Isaiah chapter 40 verse 13. ഇങ്ങനെ വാക്യം. യഹോവയുടെ മനസ്സറിഞ്ഞവൻ മനസ്സാരാഞ്ഞറിയുകയോ അവന് മന്ത്രിയായി അവനെ ഗ്രഹിപ്പിക്കുകയോ ചെയ്തവനാര്? Who has measured the spirit of the Lord, or what man shows him his counsel? ഓൾ ചർച്ച അതിനൊന്ന് ആൻസർ പറഞ്ഞേ. The church needs to answer that. No one. ഓ ഇച്ചിരി Nobody. ഉറക്കെ പറയുന്നേ. Then say it with me. ഞാൻ അങ്ങനെയൊക്കെ പറയാൻ കാര്യം എന്നാണെന്നറിയാമോ? Do you know why I say that? ഇതൊക്കെ അറിയാമെന്നും പറഞ്ഞ് വരുന്ന പാർട്ടികളൊക്കെ ഡാൾസിക്കിട്ട് ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. Because there are people that come here that say that they know this. ദൈവത്തിൻ്റെ മനസ്സാരാഞ്ഞറിയുകയോ അവന് മന്ത്രിയായി അവനെ ഗ്രഹിപ്പിക്കുകയോ ചെയ്യുന്നവൻ ആര്? നോ വൺ. അടുത്തത്, അവനെ ഉപദേശിച്ച് ന്യായത്തിൻ്റെ പാതയെ പഠിപ്പിക്കുകയും അവനെ പരിജ്ഞാനം പഠിപ്പിച്ച് വിവേകത്തിൻ്റെ മാർഗം കാണിക്കുകയും ചെയ്തുകൊണ്ടിരുന്നതിന് അവൻ ആരോടാകുന്നു ആലോചന കഴിക്കുന്നത്? Answer is no one. Verse 14, whom did he consult, and who made him understand? Who taught him the path of justice, and taught him knowledge, and showed him the ways of understanding? The answer is nobody. 3 ക്വസ്റ്റ്യന്റെ ആൻസർ എന്തായിരിക്കണം? What is the answer to those 3 questions? No one. Nobody. വിടിരിക്കുന്ന എല്ലാവരും പറയണം. ഇതിന്റെ കാര്യം എന്താണെന്നറിയാമോ? And do you know the answer to this? ഈ പാപിയായ ഒരുവനെ
that one who was a sinner രക്ഷിക്കപ്പെട്ട് ദൈവരാജ്യത്തിലാക്കുന്നു. to be saved and in the kingdom of God, ആ രക്ഷിക്കപ്പെട്ടവരെ സാന്റിഫൈ ചെയ്യാനായിട്ടുള്ള എല്ലാ മീൻസും ദൈവം പ്രൊവൈഡ് ചെയ്യുന്നു. and to sanctify him if God has provided all the means necessary. അങ്ങനെ സാന്റിഫൈ ചെയ്യപ്പെടുന്നവൻ ഗ്ലോറിഫിക്കേഷനിലേക്ക് പോകുന്നു. And if the one who is sanctified will enter glorification അവൻ ഇവിടെ വെച്ച് ഡോക്ട്രിൻ ഓഫ് ഇലക്ഷനോ അഡോപ്ഷനോ ഒന്നും മനസ്സിലാകുകയില്ല. and not understand the doctrine of election or adoption, ഇതെല്ലാം പറഞ്ഞിട്ട് പറയുകയാണ്, saying all this he says, ഇതൊക്കെ ദൈവത്തിന്റെ അൾട്ടിമേറ്റ് പ്രോഗ്രാമാണ്. that this is God's ultimate ഇത് program, നമ്മൾ എത്ര ഡിഗിൻ ചെയ്താലും കിട്ടുകയില്ല. that though no matter how much we dig, we will not understand. ആർക്കും മനസ്സിലാകുകയില്ല That no one will എന്ന് understand. പറയാൻ വേണ്ടി 3 റെറ്റോറിക്കൽ ക്വസ്റ്റ്യൻ To ഇട്ടേക്കാണ്. say that, he gives these 3 rhetorical കർത്താവിന്റെ questions. മനസ്സറിഞ്ഞവൻ ആർ നോ വൺ. That is there anyone who knows the mind of God? No. ഇരുന്നവൻ ആർ നോ Was there വൺ. anyone a counselor? Nobody. അവന് വല്ലത് മുമ്പേ കൊടുത്തിട്ട് പ്രതിഫലം വാങ്ങുന്നവൻ ആർ Was നോ there വൺ. anyone first gave him and paid back? Nobody. ജോബ് വേദനയോടെ പറഞ്ഞൊരു കാര്യമുണ്ട്. The Job in pain says one thing. അറിവ് കൂടാതെ ആലോചനയെ മറിച്ചു കളയുന്നവൻ. The verse is, who is he that hides counsel without knowledge? അറിവ് കൂടാതെ ആലോചനയെ. പ്രിയപ്പെട്ടവരെ, Beloved, മൂന്നാമത്തെ ചോദ്യം എനിക്ക് അല്പം കാര്യം ഒന്ന് പറയണം. the third question I need to say a few things. അവന് വല്ലതും, ഇത് നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ പറയുന്നല്ലേ, And it's something we often say, ഞങ്ങൾ അങ്ങോട്ട് കൊടുത്തിട്ട് എന്ത് ചെയ്തതാ, that if we gave to him and then ഞങ്ങൾ അങ്ങോട്ട് കൊടുത്തിട്ട് we gave to him, then കർത്താവ് ഞങ്ങളുടെ ഇൻട്രസ്റ്റിംഗ് ബാങ്കാണ്, that God is our interest bank, തിരിച്ച് നമുക്ക് എന്ത് ചെയ്യുന്ന, that we need to what? കണ്ണ് നല്ലപോലെ തുറന്ന് വേദോസം നോക്കിയേ, That open your eyes and look at the scriptures. അവന് വല്ലതും മുമ്പ് കൊടുത്തിട്ട്. ആദ്യം ഞാൻ നിങ്ങളെ കൊണ്ട് ആൻസർ പറയിപ്പിച്ചായിരുന്നു. That I made you say the answer first. എന്തായിരുന്നു ആൻസർ? What was the answer? ആ സൗണ്ട് പോയ പൂക്കണ്ടോ? Do you see the way the sound left? നോ വൺ. ഇത് എവിടുന്ന് എടുത്തെന്നറിയാവോ? Do you know where he received this? ജോബ്, ഇതിന്റെ എക്സ്പ്ലനേഷൻ ജോബ് 41:11 എന്ന് നോക്കിയേ. Job chapter 41 verses 11. എന്താ വായിക്കുന്നേ? What does it say? ഞാൻ മടക്കി കൊടുക്കേണ്ടതിനാ എനിക്ക് മുമ്പ് കൂട്ടി തന്നവൻ ആര്? ആ ആകാശത്തിന്റെ കീഴിലുള്ളതൊക്കെയും ഐ ആം ദ ഓണർ. മനസ്സിലാകുന്നോ? Verse 11, who was first given to me that I should repay him whatever is under the whole heavens is mine. ഇന്ന് എനിക്കോ എൻ്റെ തലമുറയ്ക്കോ തമ്പുരാൻ എന്തെങ്കിലും തന്നെങ്കിൽ അവന്റെ കരുണയാണ്, അല്ലാതെ ഞാൻ അങ്ങോട്ട് കൊടുത്തതിന്റെ ഫലമല്ല. That if the Lord has given you or your children anything, it's not because you have given to him, but it's simply grace of God. എല്ലാ മനുഷ്യന്റെയും വായ അടയണം ഇവിടെ. എന്താണെന്നറിയാമോ? That today every man's mouth should be silent. Why? ദൈവം എന്നോട് ഒന്നും കടപ്പെട്ടിട്ടില്ല. He doesn't owe anything. Because God is not indebted to me. പക്ഷേ എന്റെ ജീവിതം മുഴുവൻ അവനോട് But കടപ്പെട്ടിരിക്കുന്നു. my life is indebted to him. അങ്ങനെയാണോ വേദപുസ്തകം പറയുന്നത്? Isn't that what the Bible എന്റെ says? മുഴു ജീവിതവും അവനോട് That കടപ്പെട്ടിരിക്കുന്നു. all life is in accordance with him. അതെനിക്ക് എങ്ങനെ കൊടുക്കണമെന്ന് പോലും അറിയാൻ മേല. That I don't even know how to give it. ആ കടം കൊടുത്തു തീർക്കേണ്ടത് എങ്ങനെയാണെന്നുള്ള അൾട്ടിമേറ്റ് പർപ്പസ് ആണ് 12 verse 1 and 2. That chapter 12 verse 1 tells us the purpose of how we fulfill that debt. Praise the Lord. Jesus. ഈ ഇവിടെ നിർത്തണം. എനിക്ക് 36 എക്സ്പ്ലെയിൻ ചെയ്യണം. അതിന് മുമ്പ് ഒരു വാക്യം കൂടെ നമുക്ക് നോക്കാം. That before we continue, I need to read one more verse. First Chronicles chapter 29. First Chronicle. First Chronicles chapter 29. എടുത്തോ എല്ലാവരും. I need everyone to grab the scripture. Verses 14 and 16. Verse 14 and verse 16. ഞാൻ വായിക്കുന്നു. അതിന്റെ 14-ാമത്തെ വാക്യം. എന്നാൽ ഞങ്ങൾ ഇങ്ങനെ എത്ര മനഃപൂർവമായി ദാനം ചെയ്യേണ്ടതിന് പ്രാപ്തരാകുവാൻ ഞാൻ ആര്? എൻ്റെ ജനവും എന്തുള്ളൂ? അടുത്ത വാക്ക്, സകലവും നിന്നിൽ നിന്നല്ലോ വരുന്നത്, നിന്റെ കയ്യിൽ നിന്ന് വാങ്ങി ഞങ്ങൾ നിനക്ക്. But who am I and what is my people that we should be able thus to offer willingly? For all things come from you, and of your own we have given you. 16-ാം വാക്യം. Verse 16. ഞങ്ങളുടെ ദൈവമായ യഹോവേ, നിന്റെ വിശുദ്ധ നാമത്തിനായി നിനക്കൊരാലയം പണിയാൻ
ഞങ്ങൾ ശേഖരിച്ചിട്ടുള്ള ഈ സംഗ്രഹമെല്ലാം നിന്റെ കയ്യിൽ നിന്നുള്ളത് സകലവും. O Lord our God, all this abundance that we've provided for building you a house for your holy name comes from your hand and is all your own. മനസ്സിലായെന്ന് വിചാരിച്ചോട്ടെ. I believe you've understood. God doesn't owe anybody anything. God does not owe anybody anything. The truth is, we owe to God an unpayable debt. The truth is, we owe to God an unpayable debt. Clear? Is it clear? ഇനി ആ വാക്യം നോക്കിയേ. Now read that verse. ദൈവം നമുക്ക് കടക്കാരനാണെന്നൊന്നും പറയരുത്. Do not say God is indebted to us. ഞങ്ങൾ എന്തേലും അങ്ങോട്ട് കൊടുത്തെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് എന്ത് ചെയ്താ? That if we've given him anything, where did it come from? കർത്താവ് തന്ന. It came from God. സ്തോത്രം. Jesus. അവന് മന്ത്രിയായിരുന്നവൻ. ദൈവത്തിന് ആരും ബൈബിൾ സ്റ്റഡി എടുക്കേണ്ടെന്ന് അർത്ഥം. It means that no one needs to give God a Bible study. ഇതെല്ലാം കൂടെ ആലോചിച്ച് നോക്കിയിട്ട് പറയാം, നമുക്കും ഇതല്ലേ പറയാൻ പറ്റത്തുള്ളൂ. That looking at all this, isn't it all that we can say, oh, the depth of the riches, both of the wisdom and knowledge of God. oh, the depth of the riches, both the wisdom and knowledge of God. 11 അധ്യായം റോമൻസിന്റെ കൺക്ലൂഡിംഗ് സോങ് ആണ് നമ്മൾ ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തത്. What Paul has just explained is the concluding song of all 11 chapters. താൻ ആ കേബിൾ കാറിൽ നിന്നിറങ്ങി ഈ കാര്യങ്ങളൊക്കെ പറയുമായിരുന്നു. Paul, stepping off the cable car, is saying these. സത്യത്തിൽ ഈ തിരുവെടുത്തൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളം കത്തണം. That hearing the scripture, our hearts should burn. എന്റെ മുഴുജീവിതവും ഞാൻ അവനോട് കടപ്പെട്ടിരിക്കുന്നു. That my whole life is committed, is dedicated to him. കൊടുത്തു തീരാത്ത കടമായിരുന്നു എന്റെ പാപം. That my sin was a debt that I could not pay. പുത്രന്റെ നീതി എന്റെ മേൽ കണക്കിടാൻ ഒരു യോഗ്യത That I am ഉണ്ടായിരുന്നില്ല. not worthy to receive the Son's righteousness to myself. എന്നാ സങ്കീർത്തനത്തിൽ വായിക്കുന്നൊരു വാക്യമുണ്ട്. There's a verse in the Psalms. വലത്തോട്ട് നോക്കി എന്നെ കാണണമേ എന്ന് പറഞ്ഞാൽ പുത്രനിലൂടെ എന്നെ കണ്ട് എന്നെ അകത്തു കൊണ്ടുവന്നപ്പോൾ അപ്പോസ്തലന് പറയാൻ ഒറ്റ കാര്യമേ ഉള്ളൂ, അവന്റെ ധനം ജ്ഞാനം അറിവ് എന്നിവയുടെ ആഴമേ, അവന്റെ പ്രവൃത്തികൾ, അവന്റെ തീരുമാനങ്ങൾ, അവന്റെ വെർഡിക്റ്റ്, അവൻ അപ്ലൈ ചെയ്ത വഴികൾ, ഇതാരും മന്ത്രിയായിരുന്നു ചെയ്തതല്ല, അവൻ ആരും ആലോചനയും പറഞ്ഞു കൊടുത്തിട്ടില്ല, അവൻ ഇത് ചെയ്യാൻ ആരും കടപ്പെട്ടിട്ടുമില്ല. That no one was indebted to him, that he would see us through the Son, that he says, oh, the depth of the riches, both of the wisdom and knowledge in God, how unsearchable are his judgments and unfathomable his ways. Praise the Lord. ഞാൻ ഈ പറഞ്ഞ കാര്യം, And the things that I've just said, ഒരുവന്റെ അകത്ത് കിൻഡിൽ ചെയ്യുന്നുണ്ടെങ്കിൽ that if it is kindling inside of one, എന്നെ ചെയ്യാനായിട്ട് പറ്റും. that what can you do? പോളിന് വേറൊന്നും പറ്റിയില്ല. Paul cannot do anything else. പോൾ അവസാന വാക്യം അങ്ങ് പറഞ്ഞു. എന്താ വായിച്ചേ? Paul just says the final word. From him and through him and to him are all things. To him be the glory forever. Amen. ഇതല്ലാതെ Other than saying this, വെളിച്ചമകത്ത് വീണ വേറൊരാൾക്ക് ഒന്നും പറയാനായിട്ടില്ല. one who has received this enlightenment cannot say anything else. ഒരു പദം സാധാരണ പറയാറുണ്ട്, നമ്മൾ ശുശ്രൂഷന്മാർക്കൊക്കെ അറിയാം, ഡോക്സോളജി എന്നൊരു വാക്കുണ്ട്. ഡോക്സോളജി, There's a term that we use, especially ministers, the word doxology. അതിൻ്റെ അർത്ഥം, ഞാൻ ആ പദങ്ങളുടെ അർത്ഥം ആദ്യം പറയുന്നത് നാളെയൊക്കെ ചിലപ്പോൾ ഉപയോഗിക്കുമായിരിക്കും. തിയോളജി, ഡോക്സോളജി, ഈ വാക്ക് ഒന്ന് മനസ്സിലൊന്നിരിക്കണം. That the words theology and doxology should be in your mind. I may use it later. ഡോക്സോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ അർത്ഥം പ്രൈസിങ് ഗോഡ്, പ്രൈസിങ്. That doxology, we can simply say praising God. അങ്ങനെയെങ്കിൽ നമുക്ക് ഇതിനെ ഇങ്ങനെ അങ്ങ് പറയാം. So we can say it like this. 33 മുതൽ 35 വരെ തിയോളജിയാണ്. That chapter verses 33 through 35 is theology. എന്നിട്ട് അതിൻ്റെ 36 ആദ്യ ഭാഗം സകലവും അവനിൽ നിന്നും അവനാലും
അവങ്കിലേക്കും ആകുന്നു. That is also part of theology. The beginning of verse 36, for from him and through him and to him are all things, we can call that as theology as well. ഈ ദൈവത്തിന്റെ ക്യാരക്ടർ മനസ്സിലായപ്പോൾ That when he has understood the character of അടുത്ത God, റെസ്പോൺസ് ആണ് to him be the glory forever and ever. Amen. that the response to that was to him be the glory forever. Amen. അങ്ങനെങ്കിൽ ദൈവത്തെ പറ്റിയുള്ള ട്രൂത്ത് ഒരുവന് മനസ്സിലായാൽ മാത്രമേ അവന്റെ നാമത്തിന് മഹത്വം കൊടുക്കാൻ പറ്റുള്ളൂ. That ശരിയാണോ? meaning, if only one understands the truth, can we glorify him as he should. This is our theology that produce our doxology. This is our theology that produces our doxology. ഹലോ, നമ്മൾ ചിന്തിക്കുന്നത് ഈ ബൈബിൾ ഒത്തിരി പ്രസംഗിക്കുന്നിടത്ത് ആരാധന ഇല്ലെന്നൊരു ധാരണ പൊതുവെയുണ്ട്. That there's this idea that where the Bible is preached a lot, there's not worship there. എൻ്റെ ചോദ്യം, തിയോളജി മനസ്സിലാകാതെ എങ്ങനെയാ ഡോക്സോളജി കൊടുക്കുന്നത്? And my question is, without understanding theology, how can we give doxology? വിശുദ്ധിയിൽ ജീവിക്കുന്ന ഏതൊരുവനോടും ഈ വാക്യം പറയുക, ദൈവത്തിൻ്റെ ധനം. ഞാൻ ഈ വാക്യമായിട്ട് എത്രയോ നാളുകൾ ഇരുന്നിട്ടുണ്ടെന്നറിയാവോ? That this verse, when he says the depth and the riches of God, how long have I sat with that word before? എത്ര നേരം ഇരുന്നാലും അത് മനസ്സിലാകുകയില്ല. Yet no matter how much I sit with it, I'm not able to. ഇവിടെ തട്ടിക്കിടക്കാൻ കാര്യം മനസ്സിലായോ? And do you understand why many things are still stuck here? നമ്മളോട് ചോദിക്കുക, സിമ്പിളായിട്ട് ചോദിക്കുക, വാട്ട് ഈസ് ഗോസ്പൽ എന്ന് ചോദിച്ചാൽ നമ്മുടെ ആൻസർ എന്നായിരിക്കും? That if we ask simply, what is the gospel? What is your answer tonight? ഭയങ്കര പ്രശ്നമുള്ള ക്വസ്റ്റ്യൻ ഒന്നും ചോദിച്ചു പഠിപ്പിക്കരുത് അല്ലേ? And don't give a very problematic question. ഇതാ നമ്മുടെ ഗോസ്പൽ. This is our gospel. റോമൻസ് 1-11. Romans 1-11. എന്നിട്ട് 36 വാക്യം. And in verse 36, ഞാൻ അതിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ പോവാ. I can divide it in two ways. ക്ലോക്കാരും തിരിച്ചു വെച്ചതല്ലോ അല്ലേ? സമയം തീർന്നു. നിങ്ങളെ ബുദ്ധിമുട്ടി എനിക്കറിയാം, ജോലി ചെയ്യുന്ന എൻ്റെ കഷ്ടപ്പാടൊക്കെ എനിക്കറിയാം. I know that you are all working. I'm not going to prolong. വാക്യത്തെ രണ്ടായിട്ട് തിരിച്ച ഇന്ന് രാത്രി പോയി അല്പസമയം ഇതൊന്ന് വായിച്ച് ഫ്രം കണ്ടംനേഷൻ ടു ഗ്ലോറിഫിക്കേഷൻ ഒന്ന് യാത്ര ചെയ്ത് ദൈവത്തിൻ്റെ ധനം. That tonight to go through for condemnation and glorification, that you would talk about the depths of the riches of God. 36 വാക്യം. Verse 36. സകലതും ഒന്ന് വായിച്ചേ. സകലതും അവനിൽ നിന്നും അവനാലും അവങ്കിലേക്കും അവൻ എന്നേക്കും മഹത്വം. For from him and through him and to him are all things. To him be the glory forever. ഞാൻ അതിനെ രണ്ടായിട്ട് അങ്ങ് ഡിവൈഡ് ചെയ്യാം. I'll divide into two scriptures. സകലതും അവനിൽ നിന്നും അവനാലും അവനിലേക്കും ആകുന്നുവല്ലോ. For from him and through him and to him are all things. 36ന്റെ ഹാഫ് പാർട്ട്. That is the first half of 36. പോളിന്റെ വാക്കുകളാണ്. These are Paul's words. ഇങ്ങനെ തിരിക്കുന്നു, ഗോഡ് സെന്റേർഡ് തിയോളജി. We can say like this, like God-centered theology. അപ്പോൾ അതോടിപ്പം ഞാൻ റിപ്പീറ്റ് ചെയ്ത് തിയോളജി എന്ന് പറഞ്ഞപ്പോൾ ബുദ്ധിമുട്ടൊക്കെ മാറിയില്ലേ? That now that I've repeated that, that hardship is gone now. ഗോഡ് സെന്റേർഡ് തിയോളജി. God-centered theology. From him, From through him, and to him. and to him. എന്ന് പറഞ്ഞാൽ he is the source, means, goal, he is everything. That he's the source, the means, he's. നിങ്ങൾക്ക് ഹെഡിങ് കൊടുക്കാമോ? സിമ്പിൾ അല്ലേ? And you can, these headings are simple. അവൻ എന്നേക്കും മഹത്വം. ആമേൻ. To him be the glory forever. God centered doxology. God-centered doxology. Clear? Is it clear? ഞാൻ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവാ. I'm going to explain that. തീരിയല്ല, ഇന്നും തീരിയല്ല, നാളെ തീരിയല്ല, നാളെയും തീരിയല്ല. It won't finish today, or the day after. നമുക്ക് കൃപ കർത്താവ് നൽകുന്ന അത്രയും പറയാം. And as long as God provides grace, we'll go as far as it goes. ഒരു ഭക്തൻ പറഞ്ഞ വാചകം ഇങ്ങനെയാ. There's a word a faithful man once said. There is no true doxology until you know the true theology. There's no true doxology until you know the true theology. ഇത് മനസ്സിലാക്കാതെ എത്ര പ്രൈസിലോട് പറഞ്ഞാലും ആ മഹത്വം പോരാ എന്നാണ് അർത്ഥം. The meaning that without understanding these truths, the worship will not be enough. It is our theology that ignites our doxology. That is our theology that ignites our doxology. പ്രിയപ്പെട്ടവരെ,
ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ ഹൃദയത്തിനകത്തുണ്ടല്ലോ. Beloved, if these things are in our hearts, ഇത് ഓർക്കുമ്പോഴെല്ലാം വണ്ടി ഓടിക്കുമ്പോഴും ജോലി ചെയ്യുമ്പോഴും എല്ലാം താങ്ക് ഗോഡ്. that when we're driving and we're going, we praise God. അവന്റെ ഹൃദയം ഇങ്ങനെ നിറഞ്ഞിരിക്കുകയാണ്. That his heart was full. Praise the Lord. ഈ യോഗത്തിലൊക്കെ വന്നിങ്ങനെ ഉഴപ്പിയിരിക്കുക, യാതൊരു ശ്രദ്ധയില്ലാതിരിക്കുക, അങ്ങനെ ഒത്തിരി ആൾക്കാരുണ്ട്. രണ്ട് കാര്യം, ഒന്ന് രക്ഷിക്കപ്പെട്ടതല്ല, അതാണ് ഒന്നാമത്തെ കാര്യം. That there are many people who are lazy or aren't enjoying service. The first reason could be they're not saved. അത് ലോക്കൽ ചർച്ചിലെ പാസ്റ്റർക്ക് പറയാൻ ഒത്തിരി ബുദ്ധിമുട്ട്. And it's hard for the local church pastor to say. എന്നാ ദൈവഭയമുള്ള ഒരാൾക്കെങ്കിലും അങ്ങനെ ഇരിക്കാൻ പറ്റുമോ? But one who has a fear of God, could he sit like that? ഹലോ, Come on. ഒരുവന്റെ അകത്തോട്ട് ആ ദൈവത്തെ പറ്റിയുള്ള പരിജ്ഞാനം, പോളിന്റെ പ്രാർത്ഥന വാചകങ്ങൾ എന്നാന്നറിയാമോ? ദൈവത്തെ പറ്റിയുള്ള പരിജ്ഞാനത്താൽ ഈ സഭ നിറയപ്പെടണമെന്ന് പറഞ്ഞാൽ ഇതാണ് അതിന്റെ സബ്സ്റ്റൻസ്. That when Paul speaks that we would know the knowledge of God, this is the substance of what he is saying. From him, through him, and to him. For from him, through him, and to him. This is the miniature of the Bible. This is the miniature of the Bible. This is the miniature of entire systematic theology. This is the miniature of the systematic theology. എന്ന് പറഞ്ഞാൽ സകലതും ഈ ഒരൊറ്റ വാക്യത്തിനകത്തോട്ട്, ഓൾ ബൈബിളിനെ സമ്മറൈസ് ചെയ്ത്, ഓൾ ക്രിയേഷനെ, ഓൾ ഹിസ്റ്ററിയെ, ഓൾ പ്രോവിഡൻസിനെ സമ്മറൈസ് ചെയ്ത്, ഓൾ സാൽവേഷനെ സമ്മറൈസ് ചെയ്ത് എന്നോടൊരു സെന്റൻസ് പറയാമോന്ന് ചോദിച്ചാൽ ഞാൻ ഒറ്റ കാര്യം പറയും: ഫ്രം ഹിം, through him, and to him are all things. That if you need to summarize the Bible or creation or history, one statement could be said: for from him and through him and to him are all things. ഇതാണ് നമ്മുടെ ക്രിസ്ത്യൻ വേൾഡ് വ്യൂവിന്റെ കോംപ്രിഹെൻസീവ് അണ്ടർസ്റ്റാൻഡിംഗ്. That this is the comprehensive understanding of the Christian worldview. Praise the Lord. ഞാൻ ആ മൂന്ന് പ്രിപ്പോസിഷണൽ ഫ്രേസസ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം പെട്ടെന്ന്. എൻ്റെ കൂടെ പറഞ്ഞേ, ഫാസ്റ്റ് ആയിട്ട് പറഞ്ഞേ. That you need to come along with me. Let me describe these prepositions. From him എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം he is the source of everything. That when we say from him, that means he's the source of everything. Through him means he is the means of everything. Through him means that he's the means for everything. To him എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം he is the goal of everything. And to him means he's the goal of everything. Got it? ഞാൻ രണ്ടു മൂന്ന് നിലയിൽ പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലാക്കാം. That when I say it a few times, you'll understand. From him meaning he is the architect of everything. We can say from him means he's the architect of everything. Through him meaning he is the administrator of everything. Through him means he's the administrator of everything. To him meaning he is the aim of everything. To him means he's the aim of everything. ഞാൻ ഈ പറഞ്ഞ എല്ലാം കൂടെ കൊണ്ടുവന്നേ the miniature of the Bible in this verse. That we can see like this is a summarization of the miniature of the Bible in this verse. All things are from his sovereign will. That all things are from his sovereign will. All things are his sovereign activity. All things are his sovereign activity. All things are from his sovereign glory. All things are from his sovereign അതിനെ glory. സമ്മറൈസ് ചെയ്ത് പറഞ്ഞേക്ക, സകലതും അവനിൽ നിന്നും അവനാലും അവങ്കിലേക്കും ആകുന്നുവല്ലോ. That summarizing all this, he says, for from him, through him, and to him are all things. From him എന്ന് പറഞ്ഞാൽ eternity past. That when we say from him, it means eternity past. കഴിഞ്ഞകാല നിത്യത എന്നൊക്കെ പാസ്റ്റേഴ്സ് പഴയ ഉപദേശിമാർ പറയല്ലോ, കഴിഞ്ഞകാല നിത്യത എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ? That we've heard of many sermons of God using of eternity past. For from him. To him എന്ന് പറഞ്ഞാൽ right now, this time. That to him it means of right now, right, this time. Through him. Through him. To him എന്ന് പറഞ്ഞാൽ the eternity future, വരാൻ പോകുന്ന glory. And to him is the glory to come, the eternity to come. Praise the Lord. ഇതിനെല്ലാം കൂടെ ചേർത്ത് പറയുക, സകലതും അവനിൽ നിന്നും അവനാലും God-centered theology. For from him, through him, and to him are all things, God-centered theology. ഈ വാക്യം കൊരിന്ത്യൻസിൽ ഇവിടെ 3 പ്രിപ്പോസിഷണൽ ഫ്രേസ് ആണ് പറയുന്നതെങ്കിൽ കൊരിന്ത്യൻസിൽ അപ്പോസ്തലൻ ആത്മാവിൽ എഴുതുന്നത് ഫോർ ഹിം, ബൈ ഹിം, ത്രൂ ഹിം, ടു ഹിം, 4 പ്രിപ്പോസിഷണൽ ഫ്രേസ് അവിടെ ഉണ്ട്. That though we see 3 prepositional phrases here in 1 Corinthians, we see 4 prepositional phrases. സിമ്പിൾ അർത്ഥം എന്നാണെന്നറിയാമോ? The simple meaning of that, സകലത്തിനും അവൻ കാരണഭൂതൻ. that he is the reason for everything. ഈ സൃഷ്ടിക്ക് അവൻ കാരണഭൂതൻ. That he is the reason for ഈ creation. ഹിസ്റ്ററിക്ക് അവൻ He കാരണഭൂതൻ. is the reason for the history. എന്റെ രക്ഷയ്ക്ക് അവിടുന്ന് He കാരണഭൂതൻ. is the reason for my salvation. Praise the Lord. Praise എനിക്ക് God. ഞാൻ നാളെ അതിന്റെ ബാക്കി എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മുടെ ഒരു കൺക്ലൂഷനായിട്ട് ഞാൻ 12-ന്റെ 1 പെട്ടെന്ന് പറയാം. നാളെ എക്സ്പ്ലെയിൻ ചെയ്യാം. നോക്കി,
ഇത്രയും ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഫ്രം ഹിം ത്രൂ ഹിം ആൻഡ് ടു ഹിം ബി ദ ഗ്ലോറി ഫോർ എവർ ടു ഹിം ബി ദ ഗ്ലോറി എന്ന് പറഞ്ഞാൽ വേറെ ആർക്കും ഹാഫ് ഗ്ലോറി, എനിക്ക് ഹാഫ് ഗ്ലോറി ദൈവത്തിനുമല്ല. എൻ്റെ രക്ഷയും എൻ്റെ വീണ്ടെടുപ്പ് എൻ്റെ നിത്യജീവനും ദൈവത്തിൻ്റെ അൾട്ടിമേറ്റ് പർപ്പസ് എന്നുള്ളത് ഓൾ ഗ്ലോറി ടു ഹിം. That when we say to him be glory forever, it's not half glory me and half glory God, but it is all glory will be given to him. 12:1 എങ്ങനെയാ തുടങ്ങുന്നത്? And now chapter 12 verse 1, how does it start? മലയാളത്തിൽ ഇല്ലാത്തൊരു വാക്ക് ഇംഗ്ലീഷിലുണ്ട്. There's a word that's not found in the Malayalam in the English. Therefore എന്ന് പറഞ്ഞാൽ എന്നാ, അതൊരു കണക്ഷൻ ആണ് അവിടുത്തെ. Meaning it is a connection there. മുകളിൽ പറഞ്ഞ സകല കാര്യത്തെയും ഒറ്റ വാക്കി സമ്മറൈസ് ചെയ്ത് പറഞ്ഞേക്കുക, therefore. That summarizing what was just said, he uses the word therefore. അടുത്ത ദൈവത്തിന്റെ മനസ്സലിവുകൾ ഓർപ്പിച്ച്, by the mercies of God. ദൈവത്തിന്റെ mercies എന്ന് പറഞ്ഞാൽ the condensed summary of first 11 chapters of Romans. That we see the mercies of God just summarize chapter 1 through 11. നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, that I urge you, നിങ്ങളെ തന്നെ കർത്താവിന് ഈൽഡ് ചെയ്ത് യാഗവസ്തുവായിട്ട് ഏൽപ്പിച്ചു കൊടുക്കണം. to present your bodies as a living and holy sacrifice. നമ്മൾ ഓൾഡ് ടെസ്റ്റമെന്റിൽ വായിക്കുന്നൊരു വാക്കുണ്ട്, There's a word we read in the Old Testament. ആ സാക്രിഫൈസിന്റെ അരോമ ദൈവം മണത്തു. That God had smelled the aroma of the sacrifice. അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? Do you know what that means? അത് 100% ബിബ്ലിക്കലായിരുന്നു എന്നാണ് അതിന്റെ അർത്ഥം. That means this is 100% biblical. അങ്ങനെങ്കിൽ ദൈവത്തിന്റെ ധനവും ജ്ഞാനവും അറിവും ഒക്കെ ആ രക്ഷയെപ്പറ്റി ഒരുവന് മനസ്സിലായി കഴിയുമ്പോൾ സകല മഹത്വവും ദൈവത്തിന് കൊടുക്കുന്ന ഒരുവന്റെ ജീവിതം ഓൾട്ടറിലായിരിക്കണം. അവൻ ഒരിക്കലും അവന്റെ പേഴ്സണൽ ലൈഫ് സാങ്ച്വറി വിട്ടുപിരിയുന്നില്ല. Meaning one who has understood the riches of God, he will not leave the altar, but he is a living sacrifice. ഇതാണ് അതിന്റെ ആപ്ലിക്കേഷൻ. And that is the application of this. അല്ലാതെ സൺഡേ 10 minutes പ്രൈസ് ലോർഡ് പറയുന്നതല്ല. And the Sunday 10 minutes praise the Lord isn't it? അത് ആരെ കൊണ്ടാ പറ്റത്തില്ലാതെ? That no one can do that. No, anyone can do that. എല്ലാവർക്കും പറ്റും. Anyone can do that. രക്ഷിക്കപ്പെടാത്തവർക്കും പറ്റും. That even the one who isn't saved can say that. പക്ഷെ ആഴ്ച 7 ദിവസം ഇത് ചെയ്യണമെങ്കിലോ? But to honor this 7 days, അതിന്റെ ഒരു ഓവർഫ്ലോയിങ് മാത്രമായിരിക്കണം സൺഡേയിൽ that ഉണ്ടാകേണ്ടത്. Sunday should just be an overflow of that. 6 ദിവസവും ഞാൻ ക്രിസ്ത്യനാണ്. That 6 days I'm a Christian. 7-ാം ദിവസം അത് മറ്റുള്ളവർ And കാണുകയാണ്. the 7th day they are just seeing it. ഈ ക്രിസ്ത്യാനിറ്റിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ലൈഫും അങ്ങനെ രണ്ടില്ല, That there's no separation between personal and public life. ഒറ്റ മുഖമേ ഉള്ളൂ. It is one life. മനസ്സിലാവുന്നോ? എല്ലാ ദിവസവും സാം തന്നെയാണ്. That every day Sam is Sam. നിങ്ങൾ എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കണം. And you should also be like that. അങ്ങനെ എൻ്റെ പ്രിയപ്പെട്ടവർ, എനിക്കത് ഞാൻ നിർത്തുക പാസ്റ്ററെ. നമുക്ക് അത് ചെയ്യാൻ പറ്റത്തില്ല. എനിക്കത് എക്സ്പ്ലെയിൻ ഒരു 4-5 മിനിറ്റ് പറഞ്ഞാലോ കുഴപ്പമുണ്ടോ? ഓക്കെ, നിങ്ങൾ എനിക്ക് 5 മണിക്കൂർ വന്നാലും ഞാൻ പറയും. That if you give me 5 hours, I'll continue speaking. ഒരു തീരുവെടുത്തുള്ളിടത്തോളം കാലം ഒരു ക്ഷീണം ആയിരിക്കും. That as long as the scriptures are, I won't grow weary. എന്നാലും ഞാൻ ബുദ്ധിമുട്ടിക്കത്തില്ല. നമുക്ക് ആ വാക്യത്തെ ഒന്ന് നോക്കാം. Let's look at the verse real quick. From him, through him and to him. From him, through him, and to him. അവിടെ 3 കാര്യം എക്സ്പ്ലെയിൻ ചെയ്യണം. There are 3 things to explain. ഒന്ന്, creation is from him, through him and to him. 1, creation is from him, through him, and to him. History and providence is from him, through him and to him. History and providence is from him, through him, and to him. Salvation is from him, through him and to him. Salvation is from him, through him, and to him. ഇത് all ബൈബിളിന്റെ സബ്ജക്റ്റ് ആണ്. And this is all of this is the subject of the Bible. ഇത്രയാണ് റോമാലേഖനത്തിനകത്ത് പറഞ്ഞേക്കുന്നത്. And this is what is written in the book of Romans. എന്നിട്ടാ പറഞ്ഞേക്കുന്നത്, അവൻ എന്നേക്കും മഹത്വം. And then he says to him be glory forever. വേറെ ആർക്കും മഹത്വം കൊടുക്കേണ്ട ആവശ്യമില്ല. കാര്യം അവന് മന്ത്രിയായിരുന്നവൻ ആരും. There's no reason to give anyone else glory. Why? Because there was no one else who was his counselor. അവൻ ആരോടും ഒന്നും കടപ്പെട്ടിട്ടുമില്ല. That he is not in debt to anyone else. സമുദ്രത്തിൽ അതാ റോമൻസ് 8 വായിക്കുന്നത്. And that's what Romans 8 reads. The whole creation is groaning for the appearance of the sons of God. That all of creation is groaning for what? The appearance of God, sons of God. ഈ ഭൂമി തന്റെ മഹത്വത്തിനായിട്ട് ഒരു ദിവസം തന്റെ സകല സൃഷ്ടിയും ഒരുങ്ങുന്നു. From him, through
him. Final day, it will finally reach to him. That all of creation is waiting for one day for him to come, for from him, through him, and now to him. സകല സൃഷ്ടികളും ഒരുപോലെ ഞരങ്ങിക്കൊണ്ട് ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ കാത്തിരിക്കുന്നു. ആ സൃഷ്ടിയുടെ കാര്യം അപ്പോസ്തലന്റെ യാത്രയിൽ കണ്ട് താൻ ആ കേബിൾ കാറിൽ നിന്ന് താഴെ ഇറങ്ങിയിട്ട് പറയുക, to him be the glory forever, amen. The apostle Paul, seeing the creation, waiting for the revelation of the sons of God, steps down of his cable car and says, for from him, through him, and to him be the glory forever. കഴിഞ്ഞ ദിവസം എല്ലാവരും എക്ലിപ്സ് കണ്ടായിരുന്നല്ലോ അല്ലേ? That the other day everyone saw the eclipse. ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു. That all the heavens declare the glory of God. ആകാശവിധാനം അവന്റെ എന്ന് പറഞ്ഞാൽ ആരും ഒന്നും പറയണ്ട. Meaning no one has to say anything. സകലതും അവനിൽ നിന്നും അവന്റെ കൺട്രോളിനാലും That all things from him ഫൈനലി അവനിലേക്കുമാകുന്നു. and now to him. ഒരു ഭക്തൻ പറഞ്ഞ വാക്ക് കേൾക്കണോ? That a word that a faithful man once The said. whole world is a theater to showcase the greatness and grandeur and the glory of God. ഈ ലോകം മുഴുവൻ, And this whole world, എങ്ങനെയാ അതൊന്ന് പറയണ്ടേ, ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ അവന്റെ ഗ്രേറ്റ്നെസ്സും അവന്റെ ഗ്രാൻഡ്യൂറും അവന്റെ ഗ്ലോറിയും എല്ലായിടത്തും കാണാം. റോമൻസ് 1 ആ ദൈവത്തിൻ്റെ ആ തേജസ്സിനെ ക്ഷയമുള്ള ഈ മറ്റ് മൃഗങ്ങളോട് മനുഷ്യൻ എന്ത് ചെയ്തെന്ന അതിനെ ആട്രിബ്യൂട്ട് ചെയ്തെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നാ? ഇത് all world we can see the glory of God. that basically in all of this, in the whole world, we can see the glory of God. Praise the Lord. ഈ രക്ഷ ഓർക്കുന്നതിന് മുമ്പ് That before we remembered salvation, ദൈവത്തിന്റെ ധനജ്ഞാനം അറിയാൻ ഈ ഭൂമിയെ നോക്കിയാൽ മതി. that Look at the creation. you can just look at the creation to know him. നമുക്കൊക്കെ ഇഷ്ടമുള്ള ഒരു കേരള മലയാളീസിന് ഇഷ്ടമുള്ള ഒരു TV ചാനലുള്ള സഞ്ചാരം സന്തോഷ് ജോർജ് കുളങ്ങര. അദ്ദേഹം 100 രാജ്യത്ത് പോയിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച പുള്ളി ഭയങ്കര സ്റ്റേറ്റ്മെൻ്റ് ഇറക്കിയായിരുന്നു. ഭൂമിയിലൊന്നും ചെയ്യാൻ കഴിയാത്ത ദൈവത്തിന് സ്വർഗത്തിൽ എന്നാ ചെയ്യാൻ? Have you heard that? നിങ്ങൾ കേട്ടായിരുന്നത്? There's a statement he says that if he cannot do anything in the earth, what can he possibly do in the heavens? ഞാൻ കഴിഞ്ഞ സൺഡേയിൽ എൻ്റെ ചർച്ചയിൽ പ്രസംഗിച്ചു. പുള്ളി 100 രാജ്യത്ത് പോകണ്ടായിരുന്നു. രാവിലെ ഇറങ്ങി ആകാശത്തോടും ഭൂമിയിലും നോക്കിയിട്ട് പറയായിരുന്നു, ആകാശ ദൈവത്തിന്റെ മഹത്വം. That he could just look he didn't have to go to the 100 countries, but from one place to look up, he could say the heavens declare the glory of God. ഞാൻ പറഞ്ഞ അത്രയും കാര്യം ക്ലിയർ ആയോ? Did you understand everything I've said? ഇന്ന് ഇവിടുന്ന് വീട്ടിലോട്ട് പോകുമ്പോൾ നമ്മുടെ ചിന്ത എന്നായിരിക്കണം എന്നറിയാമോ? Do you know what our thoughts should be when we head home? Oh, the depth of his riches. Oh, the depth of the riches. ദൈവത്തിന്റെ മഹിമാധനം. Oh, the depth of the ദൈവത്തിന്റെ riches. കൃപാധനം. Oh, the riches of his ദൈവത്തിന്റെ grace. കരുണാധനം. Oh, the riches of his mercy. ദൈവത്തിന്റെ അപ്രമേയധനം. Oh, the riches of his ways. ദൈവത്തിന്റെ ആഴം, നീളം, ഉയരം, വീതി എന്നൊക്കെ എഫിഷ്യൻസി വായിക്കുന്നില്ലേ? അത് ഇതിനെപ്പറ്റി പറയാൻ വേണ്ടിയാണ്. Oh, the riches of God. Jesus. ഇതകത്ത് കയറിയിട്ട് വേണം നമ്മൾ പോയി പറയാൻ, സകലതും അവനിൽ നിന്നും അവനാലും അവങ്കിലേക്കുമാകുന്നു. God centered theology. For from him, through him, and to him are all things. God centered theology. ഇത് നമ്മുടെ അകത്തോട്ട് തിരുവെടുത്തിറങ്ങും. കൊലോസ്യൻസിന്റെ വാക്യമുണ്ട്. Now there's a verse in Colossians. ദൈവത്തിന്റെ വചനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കട്ടെ. That the word of God would dwell richly in your heart. അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? What does it mean? ഈ തിരുവെടുത്തായിരിക്കണം എന്റെ ഹൃദയത്തെ റൂൾ ചെയ്യേണ്ടത്. That this word of God should rule my heart. അതെന്റെ അകത്തു നിന്ന് പുറത്തേക്ക് വരുമ്പോഴാണ് ആ കൃത്യമായ ദൈവവചന പ്രകാരം എന്റെ ബോധ്യത്തിൽ നിന്ന് ഞാൻ പറയും, to him be the glory forever. That when that dwells in my heart, I will say, for from him and to him be glory. ഒന്നെഴുത ഹല്ലേലൂയ. ആ വാക്യങ്ങളെ ഒന്ന് ചിന്തിച്ചിട്ട് To meditate on those scriptures. നമുക്കും ആ അപ്പോസ്തലനോട് ചേർന്ന് ദൈവത്തിന് മഹത്വം കൊടുക്കാനല്ലാതെ മറ്റെന്തെങ്കിലും കഴിയുമോ?
along with the apostle to give God glory. Is there anything else we could possibly do? ഞാൻ ആരംഭത്തിൽ പറഞ്ഞില്ല, ഫസ്റ്റ് സെഞ്ചുറി ചർച്ച് ഇത് പാടുമായിരുന്നു ചർച്ചുകളിൽ. And I said like this, that the first century church would sing this. 21st century church back to Holy Scripture. And the 21st century church needs to come back to the scripture. Real revival is back to Holy Scripture. That the real revival happens when we're back to the A scripture. real reformation is back to Holy The Scripture. real reformation comes back to the scriptures. ജീവിതത്തിന്റെ എല്ലാ വേദനകളും മറന്നിട്ട് പറയണം, അവിടുന്നാണ് കൺട്രോൾ ചെയ്യുന്നത്. That to put your pain aside and say that God, you control my ഞാൻ things. സേവിക്കുന്നവൻ സോവറിൻ ഗോഡാണ്. That the one that I serve is the sovereign God. പറഞ്ഞു കേൾക്കണോ? That one man said like this. സോവർണിറ്റി എന്നുള്ളത് എന്റെ പില്ലോയാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. The doctrine of sovereignty is the pillow on my bed. That the sovereignty of God is a pillow on my bed. അതിന്റെ അർത്ഥം എന്താണെന്നറിയാം? അവിടെ നിന്ന് അറിയാതെ എന്റെ തലയിൽ മുടി കൊടിയുന്നില്ല. സമുദ്രത്തിൽ ഫുട് പ്രിന്റ് പതിപ്പിച്ചവന് എന്റെ ചെറിയ കാര്യം അറിയാനായിട്ട് കഴിയും. എന്നെ രക്ഷിച്ചവന് നാളെ എന്നെ നടത്താനായിട്ടും കഴിയും. To him be the glory forever. That the one whose footprints are in the waters, he knows all things. When my hair falls out to him, be glory forever. സ്വർഗ്ഗപിതാവേ, കൃപ നൽകിയതിനായിട്ട് സ്തോത്രം. Father God, thank you for the grace that you have just bestowed. കർത്താവേ, ഞങ്ങൾക്ക് വചനത്തിലേക്ക് മടങ്ങി വരണം. Lord, we want to come back to the word of God. ആ തിരുവെഴുത്തിന്റെ എക്സ്പ്ലനേഷൻ ഞങ്ങളുടെ ഹൃദയത്തെ റൂൾ ചെയ്യണം. Lord, the explanation of the scripture needs to rule our hearts. Thank God, thank God. ഞങ്ങൾക്കും ഒന്നേ പറയാനായിട്ടുള്ളൂ, ഓ ദൈവത്തിന്റെ ധനം. Thanks be to God, because one thing we can say, oh, the riches of God. എത്ര മനോഹരമായിട്ടാണ് That how lovely are the knowledge of ഞങ്ങളുടെ God. രക്ഷയെ ചിന്തിച്ചാൽ, That when we think of your salvation, how marvelous. how wonderful and how marvelous. സൃഷ്ടിയിൽ മാത്രമല്ല, ഹിസ്റ്ററിയിൽ മാത്രമല്ല, എൻ്റെ രക്ഷയിലും എൻ്റെ ദൈനംദിന ജീവിതത്തിലും ദൈവകൃപയുടെ വ്യാപാരം എത്ര ഡെപ്താണ്, അൺഫാത്തമബിൾ ആണ്, ഇൻകോംപ്രിഹെൻസിബിൾ ആണ്. God, not just in creation and history, but in my life, in my day-to-day, how unfathomable are your ways. അങ്ങ് ഞങ്ങളോടൊന്നും കടംപെട്ടിട്ടില്ല കർത്താവേ. Lord, you have not asked us of anything. You're not in debt to us. അങ്ങയോട് ഞങ്ങൾ ഞങ്ങളുടെ ജീവിതം മുഴുവൻ കടപ്പെട്ടിരിക്കുന്നു. Lord, but we are in debt to you, our lives. ഹല്ലേലൂയ. ഞങ്ങളെ തന്നെ അങ്ങയുടെ സന്നിധിയിൽ ഒരു യാഗമായിട്ട് ഏൽപ്പിക്കുന്നു. Lord, we submit ourselves as a living sacrifice. ഇതിന്റെ സൗരഭ്യം, ഇതിന്റെ അരോമ കർത്താവ് സ്വീകരിക്കണമേ. Lord, receive the aroma of our offering. Thank God. Thank God. Thank you, triune God. Triune God. യേശുവിൻ നാമത്തിൽ തന്നെ. In Jesus' name. Thank you. Amen. ആ വേദഭാഗം നന്നായിട്ട് വായിച്ചിട്ട് വരണം. നമ്മുടെ കർത്താവിന്റെ പൊന്നു നാമമായിട്ട് വരട്ടെ.